guys, welcome back to my YouTube channel. So guys, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഞാൻ കുറേ ആയി ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു ടൈം കിട്ടിയത്. പിന്നെ കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടു, നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് വീഡിയോ ആണെന്ന്. അതിൽ കുറേ പേര് പറഞ്ഞത് വെക്കേഷൻ മോർണിംഗ് റൊട്ടീനാണ് കൂടുതൽ പേര് പറഞ്ഞത്. സോ ഞാൻ വിചാരിച്ചു അടുത്തത് എല്ലാവരും പറഞ്ഞത് ഈ വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. നാളെ വെക്കേഷൻ മോർണിംഗ് റൊട്ടീൻ ആക്കാം കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് കല്യാണമൊക്കെ ഉണ്ട്, അപ്പം ഇനി കല്യാണത്തിന് പോകണം, അങ്ങനത്തെ ചെറിയൊരു വ്ളോഗാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്രയുള്ളൂ, നേരെ വീഡിയോ. അങ്ങനെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്, മദ്രസയിൽ പോകാനുണ്ട് കേട്ടോ. പിന്നെ നേരെ പോയി ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നേരെ പോയി സുബഹി നിസ്കരിച്ചു. പിന്നെ ബുക്കൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. ഇന്നത്തെ വിഷയം താരീഖും ദുറൂസാണ്, അതിൻ്റെ നോട്ടും ടെക്സ്റ്റ് ബുക്കൊക്കെ വെക്കാനുള്ളത് കേട്ടോ. പിന്നെ നേരെ പോയി പർദ്ദ മഫ്തൊക്കെ ഇട്ട് മദ്രസയ്ക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു 7:38 ആയപ്പോൾ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ചൂടുള്ള ചായ അങ്ങോട്ട് കുടിച്ചു. പിന്നെ ഒരു 8:50 ആയപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോസ് കാണാമെന്ന്. അപ്പോൾ ഞാൻ എടുത്തത് നമ്മുടെ പുള്ളോത്തിയുടെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ പുള്ളോത്തി ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ അവരുടെ കുറച്ച് ചലഞ്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു. പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ്. പിന്നെ പുതിയ മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് അൺബോക്സ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഒരു ടൈം ഒരു 9:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി പുട്ടും ചെറുപയർ കറി ആയിരുന്നു. അത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ടി വിയും കൂടി കണ്ടിട്ടാണ് കേട്ടോ കഴിച്ചത്. ടി വിയിൽ ഒരു ഫിലിമൊക്കെ ഇട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ട്രോഫിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന്. കാരണം ഇതിൽ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണാതെ ഒരു ചെറിയൊരു ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ആ ട്രോഫിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 11:30 ആയപ്പോൾ തന്നെ നേരെ പോയിട്ട് അങ്ങോട്ട് കുളിച്ചു. സോ ഗൈസ്, ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. സോ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഒരുമിച്ചത് അൺബോക്സ് ചെയ്യാം. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്താലോ. ഇതിലുള്ള പ്രൊഡക്റ്റ് എന്താണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം കേട്ടോ. ഇത് ലാക്മിയുടെ ടിൻറ്റഡ് സൺസ്ക്രീനാണ്. ഇത് SPF 50 PA++++ വരുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓഫറിൽ കണ്ടത്. അപ്പോൾ നേരെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഇത് ടിൻറ്റഡ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാനൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കി കേട്ടോ. സംഭവം ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഭാഗം നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു, അതിനുള്ള ഡ്രസ്സാണ് കേട്ടോ ഗൈസ്. ഇത് ഒരു യെല്ലോ കളറിലുള്ള പാർട്ടി വെയർ ആണ്. സോ അതാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഈ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷേ സമയമില്ലാത്തത് കൊണ്ടാണ് അത് എടുക്കാഞ്ഞത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ തരുന്നു. അപ്പോൾ അത് കുടിച്ചു കേട്ടോ, അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്, കൂടെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ചാണ് കേട്ടോ ഇപ്പോൾ കഴിക്കുന്നത്. ഇതാ ഷാലും കൂടെ കഴിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ചൂട്. അങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ട് ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസമായി. പിന്നെ ഇവിടെ കിൻഡർ ജോയ് കണ്ടിരുന്നു, അതും കൂടി കഴിച്ചു. പിന്നെ ഒരു 2:15 ആയപ്പോൾ ഞാൻ വിചാരിച്ചു മാത്സ് പഠിക്കാമെന്ന്. ഇനി ഞാൻ 9th സോ ഞാൻ ഇപ്പം തന്നെ 9th പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് മാത്സ്. ഈ വീഡിയോ കാണാൻ ഭൂരിഭാഗം പേർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ പഠിക്കാമെന്ന്. അതാകുമ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ വലിയ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഇപ്പം തന്നെ പഠിക്കുന്നുണ്ടല്ലോ. സോ ഫസ്റ്റ് ചാപ്റ്ററായ പെയർ ഓഫ് ഇക്വേഷൻസ് ആണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ കാണുന്നത് സ്റ്റൈലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി വ്ളോഗ് 9th പ്രിപ്പറേഷൻസ് വീഡിയോ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പോൾ ഇടുന്നുണ്ട് ഏത് വീഡിയോ ആണ് നെക്സ്റ്റ് വേണ്ടതെന്ന്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ അതിലുള്ള കുറച്ച് നോട്ട്സൊക്കെ പഠിച്ച് പിന്നെ കുറച്ച് നേരം നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയൊക്കെ നിന്നപ്പോൾ ഇതാ സമയം രാത്രി 8:30 ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലോട്ട് കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്ന് അവർ നമുക്ക് നമ്മുടെ ഗൾഫ് ചോക്ലേറ്റ്സ് കൊണ്ടുവരാൻ വന്നതായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്ന ചോക്ലേറ്റ്സ്.
പിന്നെ ഉമ്മ അവർക്ക് ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗ്രേപ്പ് ജ്യൂസ്. അങ്ങനെ ഉമ്മ എനിക്കൊരു ഗ്ലാസും കൂടി തന്നിട്ടോ ഗ്രേപ്പ് ജ്യൂസ്. അപ്പോൾ അത് കുടിച്ചു. ഇനി നമുക്ക് ഡിന്നർ കഴിക്കണ്ടേ. ഇന്നത്തെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നല്ലോ. ഡിന്നറിനാണെങ്കിൽ അടിപൊളി ലാവിഷായിട്ടുള്ള ഫുഡ് തന്നെയാണ്. നല്ല അടിപൊളി ചിക്കൻ 65 പൊറാട്ടയും ഉണ്ടായിരുന്നു. അപ്പം അത് നല്ല അടിപൊളിയായിട്ടാണ് കഴിച്ചു. ഒരു ഫിലിമും കൂടി കണ്ടിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. സമയം ഇപ്പോൾ രാത്രി 10:23 ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല, നേരെ പോയി ഉറങ്ങണം. അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി 10 ആയപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് വീഡിയോ ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.